എങ്ങോട്ട് പോയാലും വേണ്ടില്ല, ഞങ്ങൾ ഊട്ടിയിലേക്ക് എന്തെങ്കിലും മാത്രമേ പെണ്ണുങ്ങൾ പോരെ. അത് ശരിയാണേ, ഈ ചൂടത്തെ ഊട്ടിനെ നല്ലത്. പെണ്ണുങ്ങൾക്കൊക്കെ ഊട്ടിയാണ് താല്പര്യം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, കുട്ടികളൊന്നും കണ്ടിട്ടില്ലല്ലോ. നിങ്ങൾ അടിപൊളി വണ്ടി നോക്കി സെറ്റപ്പ് ആക്കി ഏതാ നമ്മൾ റെന്റ് എടുക്കാൻ വണ്ടി ഏതാണ് അത് പറയും. വണ്ടിക്ക് നമ്മൾ കൂട്ടാറുണ്ട്, അവന്റെ പേര് ഫിറോസ് എന്നാണ്. വണ്ടി ഞാൻ പറഞ്ഞത് പറ്റുമോ? അല്ല അത് വേണ്ട, നമുക്ക് ഡ്രൈവർമാരുണ്ടല്ലോ, പിന്നെ ഇപ്പൊ എന്താ വെറുതെ ഡ്രൈവറുള്ള വണ്ടി എടുക്കണത്? നമുക്ക് വേറെ വണ്ടി റെന്റ് എടുത്താൽ മതി. ആ റെന്റിന് എടുക്കാം, വണ്ടി എടുക്കലോ. 2000-3000 ലാഭം കിട്ടും. 4000 ലാഭം കിട്ടും. പിന്നെന്താ എന്താ പോരെ 4000 ലാഭം ഈ പണിയില്ലാത്തത്. അല്ല മോണ്ടേട്ടാ, നിങ്ങൾ ട്രാവലർ ഓടിക്കൂലേ? ഒരു ഫുൾ ലോഡ് കല്ലേറ്റ് ഞാൻ ഈ കേരളം മൊത്തം കൂടുന്നത്. ഞാൻ എന്നോട് ഈ ട്രാവലർ ഓടിക്കൂലേ ചോദിക്കുന്നത്? ഇപ്പൊ മോന്റേട്ട വണ്ടി ഓടിക്കും, ഇജ് ഓടിക്കും, ഞാൻ ഓടിക്കും. അത്യാവശ്യം ഓടിക്കണേ, പിന്നെ അത്യാവശ്യം കുഴപ്പമില്ലാണ്ട് ഓടിക്കൂലേ? നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോവാണെന്നുണ്ടെങ്കിൽ ഒരു 10-4000 എങ്ങനെയല്ലേ നമുക്ക് കമ്പനി കിട്ടും. നിങ്ങളെ അഭിപ്രായം ഒക്കെ ലാഭം നോക്കിട്ട് മതി. അത് അന്റെ പെണ്ണുകൾ ഫുഡുണ്ടാക്കും, മോന്റേടെ പെണ്ണുകൾ കറി ഉണ്ടാക്കാൻ പറയാ, ഒക്കെ നോക്കുക. എനിക്ക് വലിയ പെണ്ണുങ്ങളില്ലല്ലോ. നന്നായി പെണ്ണുങ്ങളും കുട്ടികളും ചെലവ് കൊടുക്കണ്ടല്ലോ. എത്ര കാര്യം ചെലവ് 4000-5000 കമ്മിയാക്കണേ. എന്നാ അങ്ങനെ കുറഞ്ഞ ബഡ്ജറ്റില് ഒരു യാത്ര, കാരണം അല്ലെങ്കിൽ തന്നെ പണിയൊന്നുമില്ല. എന്തായാലും ചർച്ചയൊക്കെ എവിടെ വരെ? ഊട്ടിക്ക് പോകാൻ തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ വണ്ടി റെന്റിന് ട്രാവലർ എടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇവരൊക്കെ ഡ്രൈവർമാരാണ്, കുടുങ്ങിയ കളിക്ക് ഞാനും ഓടിക്കും. ഈ ഇട്ടാവട്ടത്തിൽ ഈ വണ്ടിയായിട്ട് ഇങ്ങനെ ഊട്ടി പോണ ഇവരാണ് ഈ ഊട്ടിക്ക് ടൂർ പോണ്. ഇവരെ കൊണ്ട് പറ്റുന്ന വിചാരിച്ചേ വേറെ ആളെ നോക്കാനല്ലേ? എന്താ അങ്ങനെ ഒരു വർത്താനോ? ഇയാള് നിസാനും 407 സകല വണ്ടി ഓടിക്കും, ഞാനും ഓടിക്കും. നമ്മുടെ ഹരീഷിന്റെ ട്രാവലറൊക്കെ ഞങ്ങൾ ഓടിക്കുന്നുണ്ടല്ലോ. കല്യാണത്തിനൊക്കെ ഞങ്ങൾ എടുക്കില്ല, അത് കണ്ടിട്ടില്ലേ? എന്റെ പെണ്ണുങ്ങളെ കുടുംബത്തെ പരിപാടിക്ക് നമ്മൾ പോയപ്പോ അപ്പോൾ നമുക്കൊരു കുഴപ്പമില്ലല്ലോ. ഇത് പൈസ എത്ര ലാഭം വെച്ചിട്ട് ഇജ്ജ് വലിയ ഡ്രൈവറാണ് തന്നല്ലോ. ആ ഇറക്കത്തിലേ ആ വണ്ടിയുടെ ബ്രേക്ക് പോയാൽ എന്താ ഇജ്ജ് നേരത്തെ പറഞ്ഞേ 4000 ലാഭമാണെന്ന്. നമ്മൾ ഈ പോണ പോക്കിലേ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു കഴിഞ്ഞാലേ ആ വിടവ് പിന്നെ അനക്ക് നിർത്താൻ പറ്റുമോ? അതിന് എത്ര പൈസ കൊടുത്താലും പിന്നെ നിർത്താൻ പറ്റില്ല. ആ എന്തെങ്കിലും മനസ്സിലാക്കാത്തത്? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, നമ്മൾ ഈ ദൂരയാത്ര പോകുമ്പോഴേ അതിൻ്റെതായ എക്സ്പീരിയൻസ് ഉള്ള ആളുകളായിട്ട് മാത്രം പോയാൽ മതി. എപ്പോഴേ തോന്നിയില്ല ചങ്ങായി കുത്തിരിക്കൊണ്ടൊക്കെ വരുന്നത്. ഇപ്പൊ പോക്കിന്റെ കാര്യം എന്താണാവോ? ഞാൻ പറഞ്ഞ പോലെ അല്ലാന്നുണ്ടെങ്കിലേ ഇവിടുന്ന് ആരും പോകില്ല, നിങ്ങളും പോകില്ല, ഞാനും പോകില്ല. മനസ്സിലായില്ലേ? അല്ലട ഓൻ പറഞ്ഞതിനും കാര്യം. ഓരോ ദിവസം എത്ര അപകട വാർത്ത നമ്മൾ കേൾക്കുന്നത്. നമ്മൾ വിചാരിക്കും ഇതൊക്കെ വിധിയാണെന്ന്. വിധിയൊന്നല്ല. വിധിക്ക് മുമ്പേ നമ്മൾ എടുക്കുന്ന ഇതേപോലത്തെ തീരുമാനങ്ങളാണ് ആ വിധിക്ക് കാരണമാവുന്നത്. നമുക്ക് പോകാൻ പറഞ്ഞ മതി, നല്ലൊരു എക്സ്പീരിയൻസ് ഡ്രൈവറായിട്ട് പോയാൽ മതി. അതുപോലെ